ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും അഫാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന ടൈമിൽ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ ടൈമിലെടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ എൻ്റെ വാച്ചിൻ്റെ മാങ്ങ തോട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടു വെക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കുക. ഇതാണ് എൻ്റെ വാപ്പ. ഞങ്ങൾ ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ്, നാട്ടുമ്പുറമാണ് എൻ്റെ വീട്. വാപ്പാക്കും കാക്കാക്കൊക്കെ മാങ്ങയുടെയൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ തോട്ടത്തേക്ക് പോയതാണ്. ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തേക്കുള്ള ഫുഡായിരുന്നു. ചിക്കൻ പൊരിച്ചത്, പിന്നെ മട്ടൻ കറി, നെയ്ച്ചോറ്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കാപ്സിൻ്റെ തോട്ടത്തിലേക്ക് പോയത്. അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ തന്നെ. വളരെ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള മരങ്ങളും അങ്ങനത്തെയൊക്കെ തെങ്ങുകളും അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള കുറച്ച് മാങ്ങകളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളും അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ. ഇതൊരു ഒരുപാട് സ്ഥലമുണ്ട്, അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയി എടുത്തത്. ഇതൊക്കെ ചെറിയ ചെറിയ മാങ്ങയുടെ മരങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു മരങ്ങളാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മറ്റു പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു മാങ്ങകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഈ കാണുന്നതൊക്കെ മാങ്ങയാണ് കേട്ടോ. മാങ്ങയല്ല, മാങ്ങ മരമാണ്. അപ്പം അതിലൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണ് മാങ്ങയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞി മാങ്ങയുടെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടതൊക്കെ പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വളർന്നു വന്ന് മാങ്ങയാവും. വൈകുന്നേരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്.
ഇതിപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഉള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ കോഴികളും അതുപോലെ തന്നെ കുറച്ച് പൂക്കളും അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോയിലാക്കിയതാണ്. അപ്പോൾ വാപ്പ ഈ ഒരു പൂവിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് നോക്കി നോക്കുകയാണ്. നമ്മൾ മാങ്ങ മരമൊക്കെ നല്ലതുപോലെ നോക്കിയാലാണ് അതിലും മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വാപ്പ എല്ലാവരുടെയും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് ഈ ഒരു മാങ്ങയുടെ ഇതിൽ വരുന്ന എന്തൊരു രോഗമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചിട്ടൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇതാ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് വലുതാവുമ്പോൾ കാണാൻ നല്ല രസമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഉച്ചക്കുള്ള ഫുഡ്. നമ്മുടെ സാധാ നാടൻ രീതിയിലുള്ള ബീഫ് വരട്ടിയത്, മോരുകറി, കോവയ്ക്ക ഉപ്പേരി, ചോറ്, പപ്പടം, അച്ചാറ്, അങ്ങനെ നാടൻ രീതിയിലുള്ളൊരു ഭക്ഷണമായിരുന്നു. പിന്നെ ഇത് വൈകുന്നേരത്തെ ഫുഡാണ്. നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.